കറൻസി തട്ടിപ്പ് യുവാവിന് 57 ലക്ഷം നഷ്ടമായി. ലിബർടാക്സ് ബ്ലോക്ക് ചെയിൻ ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് തട്ടിപ്പ് നടന്നത്. ഉടമ സ്റ്റാൻലി സൈമൺ ഉൾപ്പെടെ 7 പേരെ പ്രതികളാക്കി എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു. മുഖ്യ പ്രതികൾ പിടിയിലായതായാണ് റിപ്പോർട്ട്. ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ ഇനിയും സംസ്ഥാനത്ത് തട്ടിപ്പുകൾ നടക്കാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ വാർത്ത. വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിന് ഇരയായ വ്യക്തി ന്യൂസ് കേരള മലയാളത്തോട് വ്യക്തമാക്കിയ വിവരങ്ങൾ ഇങ്ങനെ. ഇത് ഈ സ്റ്റാൻലി സൈമൺ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ 21-22 വർഷക്കാലമായിട്ട് ഈ വിസ ചീറ്റിംഗ്, ജോബ് ഓഫറിംഗ് ചീറ്റുകൾ, ക്രിപ്റ്റോ കറൻസി സ്കാമുകൾ ചെയ്തു വരികയാണ്. നമ്മൾ പണം നഷ്ടപ്പെട്ട ശേഷമാണ് കുറെ അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ പറ്റിയത്. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിന്റെ ഇടയിൽ തന്നെ ഏകദേശം 250-300 കോടി ഇദ്ദേഹം പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം അദ്ദേഹം ഉപയോഗിക്കുന്നത് പൊളിറ്റിക്സ് സ്വാധീനവും അത്യാവശ്യം പോലീസിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇദ്ദേഹം ഇറങ്ങുന്നത്. കാരണം നമ്മൾ നിരവധി പരാതികൾ 3 വർഷമായി കൊടുത്തിട്ട് പോലും ഒരു എഫ്ഐആറിലും ഇദ്ദേഹത്തിന്റെ പേരുകളില്ല. ഓക്കെ, അപ്പോൾ പലതവണ കൊടുക്കുമ്പോൾ ഇദ്ദേഹം ഗുണ്ടകളെ വെച്ചിട്ടും വാടക ഗുണ്ടകളൊക്കെ വെച്ച് ആക്രമിച്ചിട്ടാണ് നമ്മളെ ഈ പരാതികൾ പിൻവലിക്കുന്നത്. ഓൾറെഡി പാലക്കാട് ജില്ലയിൽ മാത്രം ഏകദേശം 35-40 പേരോളം സിഗ്നേച്ചർ കൊടുത്തൊരു മാസ് പെറ്റീഷൻ SP ഓഫീസിൽ നമ്മൾ കൊടുത്തിരുന്നു 1.5 വർഷം മുമ്പ് തന്നെ. പറയുന്ന ആള് പാലക്കാട് സ്വദേശിയാണോ കൊച്ചിയാണോ? ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ജനിച്ചതെല്ലാം പത്തനംതിട്ട ആ ഭാഗത്താണ് അയാളുടെ സ്വദേശം. അയാൾ നേരെ പാലക്കാട് വന്ന് 10-15 വർഷത്തെ താമസം മാറി ഇവിടെ വന്ന് സ്റ്റേ ആയതാണ് ഒരു അച്ഛനും അമ്മയും കാലത്ത്. അപ്പൊ ഇദ്ദേഹത്തിന് എല്ലാ സ്ഥലങ്ങളിലും വാടക വീടുകളുണ്ട്. ഇദ്ദേഹത്തിന് ആലപ്പുഴയിലും വാടക വീടുണ്ട്, പാലക്കാടും ഉണ്ട്, ചെന്നൈയിലും ഉണ്ട്, കന്യാകുമാരിയിലുണ്ട്. ഈ എല്ലാ സ്ഥലങ്ങളിലും ഒരു വാടക വീട് എടുത്തിട്ട് അദ്ദേഹം അവിടുത്തെ സ്വദേശിയായി മാറുകയും എന്നിട്ട് അവിടുന്ന് ഫണ്ട് കളക്ട് ചെയ്ത് മുങ്ങുകയാണ്. അപ്പൊ നാളെ ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ വാടക വീടെടുക്കും, അവിടുത്തെ ചർച്ചിൽ കയറി പറ്റും. ഇദ്ദേഹം മതം മാറ്റത്തിലും കാര്യങ്ങളൊക്കെ ക്രിസ്ത്യൻസിലുള്ള മതം മാറ്റത്തിലും കാര്യങ്ങളുള്ള വ്യക്തിയാണ്. അങ്ങനെ ഇദ്ദേഹം പാസ്റ്ററിന്റെ ജോബ് ചെയ്ത് അവിടുത്തെ വിശ്വാസം പെട്ടിട്ട് ഈ കുറെ ക്രിസ്ത്യൻസിൽ കുറെ ആളുകൾ ചർച്ചിൽ ഈ രോഗം ബാധിച്ചവരും വയ്യാത്തവരും ഓഫനേജ് നിൽക്കുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്ത് അവർക്കാണ് പണം ആവശ്യം ഉണ്ടാവുക. അവർക്കൊരു ഓഫർ കൊടുത്തിട്ടാണ് നിങ്ങളെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് ഇത് മതപരമായി ക്ലാസ്സുകളും കാര്യങ്ങളും കൊടുത്തിട്ടാണ് ഇദ്ദേഹം പണം കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് ദുബായിലേക്ക് ജോലിയും കാര്യങ്ങളും കിട്ടണമെങ്കിൽ 25 ലക്ഷം രൂപ നിക്ഷേപിക്കാനാണ് ഇദ്ദേഹം ആദ്യമായിട്ട് മുന്നിൽ വെക്കുന്ന ആശയം. അതിന് 3 ലക്ഷമോ 4 ലക്ഷമോ ആദ്യം അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ലോക്കായി. പിന്നെ പലതരത്തിൽ ഭീഷണി വന്ന് നിങ്ങളുടെ ഇത് കട്ടാവും, വീണ്ടും ഒരു 6 ലക്ഷം വേണമെന്ന് പറയും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടില്ല എന്ന് പറയും, വീണ്ടും 9 വർഷം ചെയ്യും. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഈ CBI പത്തനംതിട്ട കേസിൽ 127 ഫാമിലിയിൽ നിന്നും വിസ ചീറ്റിങ്ങും ചെയ്തിട്ട് ഫേക്ക് പാസ്പോർട്ടോടുകൂടി CBI ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട ജയിലിൽ കിടന്ന ആളാണ്. ഇദ്ദേഹത്തിന് 21-22 വയസ്സിൽ തന്നെ. അപ്പൊ അന്ന് മുതലേ ഇദ്ദേഹം ക്രൈം തുടങ്ങിയതാണ്. പിന്നെ കണ്ടിന്യൂസ് ആയി നോക്കുമ്പോൾ 420 കേസുകൾ, മാനന്തവാടിയിൽ കേസുണ്ട്, അഗളി പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ആ ഭാഗത്തുണ്ട്, കൽപ്പറ്റ സ്റ്റേഷനിൽ നോൺ ബെയിലബിൾ വാറന്റ് ഉണ്ട്, എറണാകുളം നോർത്ത് എക്കണോമിക്സ് ഒഫൻസ് വിങ്ങിലെ കേസുകൾ, തിരുച്ചി സെൻട്രൽ ജയിലിൽ 3 മാസം ഇദ്ദേഹം കിടന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും വലിയ ക്രൈമായിട്ട് പോലും നമ്മൾ പലതവണ പോലീസ് സ്റ്റേഷനിൽ എൻക്വയറി കൊടുത്തപ്പോഴും അറസ്റ്റ് എടുക്കുന്നില്ല. കാരണം ഇദ്ദേഹം പണസ്വാധീനം ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാണ്. അപ്പൊ ഇദ്ദേഹം ഈ വരുന്ന പൈസകളെല്ലാം തന്നെ ദുബായിലുള്ള അക്കൗണ്ടിലേക്ക് ഹുണ്ടി വഴി കൊടുക്കുകയാണ്. അവിടെ മെയിൻ ആയിട്ടൊരു പാകിസ്ഥാൻകാരനുണ്ട്, ഒരു വ്യക്തിയുണ്ട്. ആ പാകിസ്ഥാന്റെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കൊടുത്തിരുന്നു. അപ്പൊ അവരത് പേര് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ പാകിസ്ഥാൻകാരനാണ് ഇദ്ദേഹം പണം മൊത്തം കൈമാറുന്നത്. എന്നിട്ട് മാൻ പവർ റിക്രൂട്ടിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ക്രിപ്റ്റോ കറൻസി സ്കാമിനേക്കാളും ഉപരി ഇതിൽ മാൻ പവർ സോഴ്സിംഗ് ഉണ്ട്, ജോബ് വിസ ചീറ്റിംഗ് ഉണ്ട്, എല്ലാം കൂടി മിങ്കിളായിട്ടാണ് ഏകദേശം 250 കോടിയുടെ മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ ഇദ്ദേഹം ജോലി തരാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ സുഹൃത്തുക്കൾ അയാളോട് ഉള്ളത് കൊണ്ടാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു, മനസ്സിലായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം പണം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി പരാതി കൊടുത്തപ്പോൾ തന്നെ ഇദ്ദേഹം നമ്മുടെ രാത്രി വീട്ടിൽ 12 മണിക്ക് ഗുണ്ടകൾ വെച്ച് ആക്രമിച്ചു, കാർ തകർത്തു. എന്റെ സുഹൃത്ത് കഞ്ചിക്കോട് സ്വദേശി ഒരു പരാതി കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് വധശ്രമം നടത്തി നമ്മൾ 100ലേക്ക് ഫോൺ വിളിച്ച് പോലീസ് ആ സമയത്ത് അവിടെ വന്നിട്ട് എൻക്വയറി എടുത്തിട്ടും പോലീസുകാർ എന്ത് ചെയ്തു, FIRൽ നിന്നും ഇദ്ദേഹത്തിന്റെ പേര് മാറ്റി. ഈ ഒരു ടീമില് ഒരുപാട് പേരുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയും ഇയാൾക്ക് ചുറ്റുമുള്ള കുറച്ച് ആളുകൾ മാത്രമാണോ ഈ ഒരു സ്കാമിൽ? ഇയാളുടെ പിന്നിൽ വലിയ വലിയ ബിനാമികളുണ്ട്. കാരണം വെച്ചാൽ അല്ലാണ്ട് ഇയാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇദ്ദേഹം വരുന്ന പൈസകൾ ഒറ്റ നിമിഷത്തിൽ തന്നെ 1.5 കോടി 2 കോടി രൂപ ബാങ്കിൽ നിന്ന് എടുക്കുന്നു, വിത്ഡ്രോ ചെയ്യുന്നു, അപ്പൊ തന്നെ ഹവാല അയക്കുന്നു, ദുബായിലേക്ക് അയക്കുന്നു, മലേഷ്യയിലേക്ക് അയക്കുന്നു. ഇദ്ദേഹം അറസ്റ്റ് ആണെങ്കിൽ തന്നെ പല ഗുണ്ടകളെ വെച്ചിട്ട് ഇദ്ദേഹം ആക്രമണം നടത്തുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇയാളെ ജയിലിലാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഗുണ്ടകൾ പുറത്ത് പ്രവർത്തിക്കുന്നത് അവൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും നോൺ ബെയിലബിൾ വാറന്റ് ഇദ്ദേഹത്തിന് ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് നോൺ ബെയിൽ വാറന്റ് ഉള്ളപ്പോഴും നമ്മൾ പല സ്ഥലത്ത് പരാതി പറഞ്ഞിരുന്നു ഇങ്ങനെ സ്കാം നടക്കുന്നുണ്ടെന്ന്. അപ്പൊ ഇത് പുതിയ ആളുകൾ പണം നഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് അവർ പ്രൊമോട്ട് ചെയ്യുന്ന രമേശ് എന്ന് പറയുന്ന വ്യക്തി പ്രശാന്ത് എന്ന് പറഞ്ഞ കോട്ടയത്തിലുള്ള ഒരു മണി ചെയിൻ സ്കാം നടത്തുന്ന പ്രൊമോട്ടറാണ് ചെയ്യുന്നത്. അതുപോലെ BT Cash പറഞ്ഞ മുമ്പ് ഒരു ക്രിപ്റ്റോ കറൻസി സ്കാമിൽ ഒരു പ്രൊമോട്ടർ അസ്ലു എന്ന് പറയുന്ന കോഴിക്കോട് വ്യക്തിയാണ് ഇതിന്റെ അടുത്ത പ്രൊമോട്ടർ. ഇവരെല്ലാം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം 1 കോടിയൊക്കെ വാങ്ങിയിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ പരാതി കൊടുക്കുമ്പോൾ ആളുകളെ വീട്ടിൽ കയറി ആക്രമണം വരുമ്പോൾ എല്ലാവരും ഓഫായി പോവാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾക്ക് ഈ ഒരു സ്കാമിൽ നഷ്ടമുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആണോ? നമ്മൾ ഏകദേശം 59 ലക്ഷം രൂപയോളം നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് ട്രാൻസ്ഫർ ആണ് കൊടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക്, അദ്ദേഹത്തിന്റെ ഫാമിലി അക്കൗണ്ടിലേക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ജോബ് ഓഫറിന് വേണ്ടി കൊടുത്തതാണോ, അല്ലെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസി? ആദ്യത്തെ എമൗണ്ട് വാങ്ങിയത് ജോബിലേക്ക് വേണ്ടിയിട്ട്, രണ്ടാമത് ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടി വാങ്ങിയതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതിന്, കൺവിൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മളെ കൊണ്ട് ഇവർ ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നത്. അതെ, ഇവര് സ്റ്റുഡൻസിന്റെയും ആളുകളുടെയും ഡാറ്റാബേസ് ഇൻഫർമേഷൻ സിസ്റ്റം എവിടുന്നോ സോഫ്റ്റ്വെയർ കമ്പനികളൊന്നും അവിടെ നിന്നും ഇവിടുന്ന് എടുത്ത ശേഷം, ഇപ്പൊ എക്സാമ്പിൾ നിലമ്പൂർ ആണെങ്കിൽ നിലമ്പൂർ കേന്ദ്രീകരിച്ച് ഒരു മീറ്റിംഗ് നടത്തിയിട്ട് അവിടെ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസിനെ ക്യാച്ച് ചെയ്യുന്ന കാര്യം ജോലിയാണ്. അപ്പൊ ദുബായിലോട്ട് വലിയ പ്രൊജക്ട് വരുന്നുണ്ടെന്നും നിങ്ങൾ ജോലിക്ക് വേണ്ടി നിക്ഷേപിക്കും, 2 ലക്ഷം രൂപ അങ്ങനെ സ്റ്റുഡൻസിനെ ക്യാച്ച് ചെയ്യും. രോഗബാധിതർ അങ്ങനെയാണെങ്കിൽ അവൻ വേറെ ഫോർമാറ്റ് യൂസ് ചെയ്യുക. അവൻ സംസാരത്തിലൂടെ തന്നെ കൺവിൻസ് ചെയ്ത് പല സ്കീമുകൾ അവതരിപ്പിക്കും. ക്രിപ്റ്റോ ബിസിനസ്സുകാർ അങ്ങനെയുള്ള ആളാണെങ്കിൽ ക്രിപ്റ്റോയിലേക്ക് നിക്ഷേപിച്ചാൽ ഇത്ര അമിത ലാഭം തരാമെന്ന് പറഞ്ഞ് ടാർഗറ്റ് ചെയ്തിട്ട് പോവുക. മെജോറിറ്റി ആളുകളും ക്യാഷും ക്രിപ്റ്റോ കറൻസികൾ ആയതുകൊണ്ട് തന്നെയാണ് പലരും കേസിൽ മുന്നോട്ട് വരാതിരുന്നിട്ടുള്ളത്. ഏകദേശം 300 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. പലതരം ഇയാളെ കാറുകളും കാര്യങ്ങളും വരുന്ന ഫണ്ടുകളെല്ലാം ആലത്തൂരും പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ഫണ്ട് മാറ്റുന്നത്. ഇതുപോലെ പുറത്തുനിന്നുള്ള ആളുകളെയാണ് ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. ലൈബീരിയത്തെ ഒരു വ്യക്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈബീരിയ രാജ്യത്തെ ഒരു വ്യക്തിനെയാണ് ഇദ്ദേഹം കൊച്ചിൻ എയർപോർട്ട് വഴി എല്ലാ തവണയും ട്രെയിനിങ്ങിന് വേണ്ടി വിളിച്ചിട്ടുള്ളത്. പിന്നെ കറക്റ്റായിട്ട് സുബൈർ എന്ന് പറയുന്ന ആളുടെ പേരിൽ കമ്പനി ദുബായിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ്, പാകിസ്ഥാൻകാരനുമായി ദുബായിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇദ്ദേഹം അടുത്ത പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇയാളെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിട്ട് പോലും, ഗവൺമെന്റ് ഫ്രീസ് ചെയ്തിട്ട് പോലും ഇദ്ദേഹം നേപ്പാൾ വഴി ദുബായിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്, എയർപോർട്ട് വഴി. അപ്പൊ അതുവരെ ഇദ്ദേഹം ഫേക്കായിട്ട് ഇമിഗ്രേഷൻ സെറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. നേപ്പാൾ വഴി മാത്രമാണ് ഇദ്ദേഹം രാജ്യത്തിന് പുറത്തോട്ട് പോകുന്നതും വരുന്നതും. കൊച്ചിൻ എയർപോർട്ടിലോ ഈ വഴി പോകാൻ പറ്റില്ല. അദ്ദേഹം പറയുന്ന ആൾക്ക് നല്ല ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടാകുമല്ലോ, കാരണം എന്തായാലും ഉണ്ടാകാതെ വ്യക്തമായ ഒരു പാർട്ടിയുടെ പിൻബലമാണോ, അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും കൂടെ നിർത്തിയിരിക്കുന്നതാണോ? അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ഈ പൊളിറ്റിക്സ് പാർട്ടിയിൽ സ്കൂൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന് ഫോണ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് മാത്രമേ കിട്ടുള്ളൂ. ഇത് ഏത് പാർട്ടിക്കാണ് എമൗണ്ട് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അദ്ദേഹത്തിന് കിട്ടണം. ഇതേ ഒരു പാർട്ടിക്ക് ഒരു ചായ പോലെ ഇദ്ദേഹം കണ്ടിട്ടില്ല, പ്രവൃത്തിയിലോ പെരുമാറ്റത്തിലോ കണ്ടിട്ടില്ല. ഇത് എപ്പോഴും സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ മതം മാറ്റത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം എപ്പോഴും സംസാരിക്കും. എപ്പോഴും അദ്ദേഹത്തിന്റെ മതത്തിനെ പൊക്കിയിട്ടുള്ള രീതിയിലുള്ള സംസാരം, നിങ്ങൾ ഇതിലേക്ക് വരൂ, നമുക്ക് രക്ഷപ്പെടാം, നിങ്ങൾ ക്രിസ്ത്യത്തിലേക്ക് വരൂ, നമുക്ക് രക്ഷപ്പെടാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എപ്പോഴും ടാർഗറ്റ് ചെയ്യുക. പൈസ നഷ്ടപ്പെട്ട ആളെ എൻ്റെ തന്നെ പലതവണ അപ്രോച്ച് ചെയ്തിരുന്നു. പണം നഷ്ടപ്പെട്ട് തന്നെ നിങ്ങൾ ഇതിലേക്ക് വരൂ, നമുക്ക് ഒന്നിച്ച് ട്രാവൽ ചെയ്യാം, രക്ഷപ്പെടാം, ഇതൊക്കെ എമൗണ്ട് അല്ലേ, തിരിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് പോകുന്ന രീതിയുണ്ട്. പിന്നെ സേലം കേന്ദ്രീകരിച്ച് സുൽത്താൻ, സലീം എന്ന് പറയുന്ന ഈ ടീമുകൾ വഴിയാണ് നോക്കിയപ്പോൾ അവരും ഇതുപോലെ 10-15 കേസിലെ വിസ ചീറ്റിംഗ് കേസിൽ പ്രതിയാണ്. ഇവന്റെ ഗ്യാങ്ങിൽ എല്ലാവരും വിസ കേസിൽ പ്രതിയാണ്. 25 വർഷമായിട്ട് വിസ കേസ് കണ്ടിന്യൂസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല ജില്ലയിൽ പലതരത്തിൽ പല പേരിലാണ് ഓഫീസ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും ഇയാൾ അറസ്റ്റിലായിരിക്കുകയാണല്ലോ. അതെ. ഇനി അതില്, അതായത് നിങ്ങൾക്ക് നീതി കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനിയും പഴയതുപോലെ ഊരിപ്പോരും എന്നാണോ തോന്നുന്നേ? ഇതിലെന്താന്ന് വെച്ചാൽ അവന് പണം എറിയും മാഡം. കാരണം ഏകദേശം 10-250 കോടി അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതുകൊണ്ട് അത് ഇതുപോലെ തന്നെയാണ് സെൻട്രൽ ജയിലിൽ, തിരുച്ചി ജയിലിലും ഇദ്ദേഹം 3 മാസം കിടന്നത്. അന്ന് 25 ലക്ഷം രൂപ 50 ലക്ഷം രൂപ ഓഫർ അഡ്വക്കേറ്റ്സിനും ഇവർക്ക് ഓഫർ ചെയ്തിട്ടാണ് പുറത്ത് വന്നത്. അവൻ അന്ന് പുറത്ത് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ ആംബുലൻസും 2-3 വണ്ടികൾ പ്രൊട്ടക്ഷനായി ജയിലിൽ നിന്ന് ഇറങ്ങുന്ന വ്യക്തി നേരെ കയറുന്ന ആംബുലൻസ് വഴിയാണ് രക്ഷപ്പെട്ടു പോകുന്നത്. അങ്ങനെ അവൻ തിരുച്ചിയിൽ ഒരു തിരുട്ട് ഗ്രാമം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അന്വേഷിച്ചറിയാൻ പറ്റും. അവിടെയുള്ള ഏകദേശം ഒരു 10-60ഓളം ഫാമിലികൾ, തിരുട്ട് ഗ്രാമം എന്നാണ് അവർ പറയുക ആ ഗ്രാമത്തിന്, ആ ഏരിയയിലുള്ള ആളുകളാണ് അവർ പ്രൊട്ടക്ഷൻ തരുന്നത്. അപ്പൊ തിരുച്ചി ആ ലെവലിൽ വരെ അവൻ ഹോൾഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇവന്റെ ബാക്കിലുള്ള ആളാണ് കിട്ടേണ്ടത്. ഫണ്ടുകളെല്ലാം ഇദ്ദേഹത്തിന്റെ മകളുമാണ് ഇത് ചെയ്യുന്നത്. മകൾ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. പെട്ടെന്നുള്ള 50 ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ 50 ലക്ഷം രൂപ ബിറ്റ്കോയിൻ ആയിട്ടും ക്രിപ്റ്റോ കറൻസി ആയിട്ടും ഇവിടെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ കഴിഞ്ഞ 2 വർഷം മുമ്പ് 17 വയസ്സായിരുന്നു, ഇപ്പൊ 18-19 ആയിട്ടുണ്ട്. അപ്പൊ മുമ്പ് 17 വയസ്സായ സമയത്ത് ടീനേജ് എന്നുള്ള ഒരു ഇളവ് കൊണ്ട് ആരും പരാതികൾ മുന്നോട്ട് കൊടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പൊ 18 വയസ്സാണ്. അവൾ ഒറ്റയ്ക്ക് ദുബായിലേക്ക് ട്രാവൽ ചെയ്യും. ദുബായിൽ ഈ പറഞ്ഞ പാകിസ്ഥാൻകാരനുമായി അവള് അവിടെ ഫ്ലാറ്റ് കാര്യങ്ങളുണ്ട്, അവിടെ താമസിക്കും. ക്രിപ്റ്റോ എല്ലാം അവളെ മകളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇവളുടെ മകൾ പ്രതിയാണ്. ഈ മകള് അറസ്റ്റ് ആയാൽ മാത്രമേ ക്രിപ്റ്റോ കറൻസികൾ പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. മകളിപ്പോ ഒളിവിലാണ്. കാരണം വൈഫും ഇവർ അറസ്റ്റ് ആയിട്ടുള്ളൂ. വൈഫ് ബാങ്ക് ട്രാൻസാക്ഷനും ക്രിപ്റ്റോ ട്രാൻസ്ഫർ ചെയ്യുന്നതെല്ലാം ഇവളുടെ മോളാ ജെന്നിഫർ എന്ന് പറയുന്ന വ്യക്തിയാണ്
ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാരണം അവള് കമ്പനിക്ക് ചാറ്റ് ചെയ്യുന്ന വീഡിയോ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പല ആളുകളെയും ഭീഷണിപ്പെടുത്തി ഫോൺ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കഞ്ചിക്കോട് വാളയാർ സ്റ്റേഷനിൽ, പാലക്കാട് ജില്ല കഞ്ചിക്കോട് വാളയാർ സ്റ്റേഷനിൽ തന്നെ ഇദ്ദേഹത്തിന് 2-3 ക്രിമിനൽ കേസുകളുണ്ട്. പക്ഷെ ആദ്യം എഫ്ഐആറിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പേരും പിന്നീട് മാറ്റുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് സംഭവ സ്ഥലത്ത് ഇൻസിഡന്റ് സമയത്ത് ഇയാളുടെ പേര് വരികയും പിന്നീട് നോക്കുമ്പോൾ സമയത്ത് ഇയാൾ ഒഴിവാക്കി വിട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മാതിരി സ്വാധീനം അയാൾ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ ഏകദേശം പലതരത്തിലുള്ള ജീവന ഭീഷണിയും കാര്യങ്ങളും ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. ടൗണിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ വീട്ടിൽ വന്ന് ഗുണ്ടകൾ ആക്രമിച്ചു അല്ലെങ്കിൽ പരാതിക്ക് പോകുമ്പോ ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ നമ്മൾക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന ഗുണ്ടകളാണോ അല്ലെങ്കിൽ അങ്ങനെ കൊട്ടേഷൻ പേരെടുത്ത് പറയാൻ പറ്റുന്ന ഗുണ്ടകൾ തന്നെയാണ്. അത് നമുക്ക് ജീവന ഭീഷണികളുണ്ട് നമ്മൾ ഇങ്ങനെ പറയാതിരുന്നത്. നമ്മൾ സ്റ്റേഷനിൽ അത് പരാതിപ്പെട്ടിരുന്നു. ഇന്ന വ്യക്തികളാണ് വന്നതെന്നും നമ്മൾ നേരിട്ട് കണ്ടെന്നും ബോധ്യപ്പെട്ടെന്നും അവരെ വിത്ത് വീഡിയോ വിഷ്വൽസ് അടക്കമാണ് നമ്മൾ കൊടുത്തത്. എന്ന ശേഷം അത് വലിയൊരു ആക്ഷൻ ഉണ്ടായില്ല. ഇതേ പോലീസുകാരനെ അത് മിസ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ നിന്ന് സമൻസ് അയച്ചിരുന്നു. ഇങ്ങനെ ഒരു സംഭവം നടക്കുക. ആ സംഭവ സ്ഥലത്ത് പോലീസ് വരുന്നു, കാർ തല്ലിപ്പൊളിച്ച് വീഡിയോ എടുക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു, എഫ്ഐആർ എഴുതുന്നു, കൊടുക്കുന്നു. 3-4 മാസങ്ങൾക്ക് ശേഷം കോടതിയിൽ നിന്ന് വരുന്നു, പോലീസ് മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുകൊണ്ട് കൊടുക്കുന്നു. അന്ന് വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നാണ്. അത് എഫ്ഐആർ രജിസ്റ്റേർഡ് ആണ്, എഫ്ഐആർ രജിസ്റ്റർ ആയി കിടക്കുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം അൺനോൺ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൽ കൂടുതലായിട്ടുള്ള അന്വേഷണം ഇവർ എടുക്കുന്നില്ല. നമ്മൾ പിന്നെ പലതവണ സ്റ്റേഷനിലും കാര്യങ്ങളും ഒക്കെ കയറി ഇറങ്ങുമ്പോഴും ഇവർ സ്റ്റേഷൻ കയറി ഇറങ്ങി നമ്മൾ വീടെത്തുമ്പോഴേക്കും വീട്ടിലൊരു 4 പേര് വന്നിട്ടുണ്ടാവും, ഭീഷണിയായിരിക്കും. പുറത്ത് ടൗണിലോട്ട് നമ്മൾ എന്തെങ്കിലും പർച്ചേസിനോ കാര്യം നമ്മൾ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പോയാലും ഇവന്റെ ആളുകൾ നമ്മൾ റൗണ്ട് ചെയ്യുന്നുണ്ടാവും. ഈ ലെവലും പല ജില്ലകളിലും പേടിപ്പെടുത്തിയിട്ട് ആളുകളെ കേസ് പിൻവലിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു മീഡിയയിൽ ഈ ലിബർട്ടാസിനെ കുറിച്ച് ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിക്കും ജീവന് ഭീഷണി ഉണ്ടെന്ന് തന്നെയാണ്. അതെ, ജീവന ഏത് സമയത്തും ഭീഷണിയാണ്. ഇത് നമ്മളല്ലേ 18 ആളുകളുണ്ട് പാലക്കാട്. ഈ 18 പേർക്കും ഭീഷണി തന്നെയാണ്. പരാതി കൊടുത്തു. ഇന്നലെ SP ഓഫീസിൽ പുതിയ പരാതി കൊടുത്തിരുന്ന വ്യക്തി അദ്ദേഹത്തെ 2 തവണയാണ് അദ്ദേഹത്തിന് വധശ്രമം നടത്തിയിരിക്കുന്നത്. അയാളുടെ വീട്ടിന് മുന്നിൽ വെച്ചിട്ട് തന്നെ. അതിന്റെ CCTV ഫുട്ടേജ് പറഞ്ഞാൽ കൊടുക്കാൻ ഇത് ഇറങ്ങിയാലും ഇവ പുതിയ രീതിയിൽ വരും. ചിലപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തെങ്കിലും ഓർഗനൈസേഷൻ ആയിട്ട് വരും. ഇങ്ങനെ പലതരത്തിൽ പല ഷേപ്പിലാണ് ആൾ വരിക. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓരോ തവണ ഇയാൾ കോസ്റ്റ്യൂം ഇടുന്ന സമയത്തും ചിലത് ബുൾഗാനായിരിക്കും, ചിലപ്പോൾ ഹെയർ കട്ട് ഫുൾ ക്രോപ്പ് ആയിരിക്കും. പാലക്കാട്ടിൽ നാട്ടിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇയാൾ പോലീസ് പാന്റും പോലീസ് ഷൂട്ടറും നടക്കുക. ഇദ്ദേഹം പോലീസ് പാന്റും പോലീസ് ഷൂട്ടും പോലീസിന്റെ ബെൽറ്റോണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു കോഫി ഷോപ്പിലും മിൽമയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾ പോലീസാണെന്ന് വിചാരിക്കും. കാരണം അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാണ്ടിരിക്കാൻ. ഇങ്ങനെ ട്രാക്കൊക്കെയാണ് ഇയാൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫണ്ട് കളക്ഷൻ മൊത്തം ചെയ്യുന്നത് ഈ പ്രകാശ്, ഇയാളുടെ ശിവദാസ് എന്ന് പറഞ്ഞ അക്യൂസ് ആയിട്ട് ആളുണ്ട്. അദ്ദേഹമാണ് ഈ ലിക്വിഡ് ഫണ്ടുകൾ കട്ടിയത്. ഇല്ല, 4-ാം പ്രതിയായിട്ട് രമേശ് എന്ന് പറയുന്ന വ്യക്തി കോയമ്പത്തൂർ ഒരു 3500 കോടിയുടെ ഒരു സ്കാം ഉണ്ടായിരുന്നു, യൂണിവേഴ്സൽ ട്രേഡിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. കോയമ്പത്തൂർ വലിയ സ്കാം, യൂട്യൂബിൽ എല്ലാ മീഡിയയിൽ ഏഷ്യാനെറ്റൊക്കെ അത് കവർ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതിൽ സൂസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഓണർ ഒരു രമേശാണ്. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ബ്രാഞ്ച് മാനേജറും ഫണ്ട് കളക്ഷനും കാര്യങ്ങളും നിരവധി കേസുകളൊക്കെ ഇദ്ദേഹം ഒളിവിലായിരുന്നു. ഇപ്പൊ പെട്ട രമേശ്. അപ്പൊ അന്ന് 3500 കോടി സ്കാമിൽ പ്രൊമോട്ടർ ആയിരുന്നു ഇദ്ദേഹം. പ്രൊമോട്ടറും ഫണ്ട് കളക്ഷനും ബ്രാഞ്ച് മാനേജറുമായിട്ട്. അത് തന്നെ ഇപ്പോൾ വീണ്ടും ഇതിലേക്ക് വന്നു. ഇദ്ദേഹം തന്നെ 10-25 മണി ചെയിൻ കമ്പനിയുടെ പ്രൊമോഷനും കളക്ഷനും എല്ലാം ചെയ്യുന്നത് ഈ രമേശാണ്.